പക്ഷെ സത്യമായിട്ടല്ലേ ആണുങ്ങൾക്ക് ഈ ഫീൽഡിൽ പിടിച്ചൊക്കെ ഭയങ്കര പാടായിരിക്കും. പെൺകുട്ടികളെ പിന്നെയും ഭയങ്കര പെട്ടെന്ന് ആൾക്കാരൊക്കെ അങ്ങ് സ്വീകരിക്കും, ഭയങ്കര എളുപ്പമാണ്. എന്നിട്ടും ആ ഒരു കോൺഫിഡൻസ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് എത്ര കാലം ഇത് ഒരു കരിയർ ആണോ, ഇതിലൊരു കുറെ കാലം എനിക്ക് ഇതിനകത്ത് ലൈഫ് ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള തോന്നലുണ്ടായിട്ടുണ്ടോ? ഞാനൊരു മെർസനേവിക്കാരനാണ്. നോട്ടിക്കൽ സയൻസ് കഴിഞ്ഞിട്ട് ഷിപ്പിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീടിന്റെ പ്രാരാബ്ദവും അല്ലെങ്കിൽ എന്റെ ഭാവി സെക്യൂർ ആക്കണം എന്ന രീതിയിൽ അതിന് വേണ്ടി ഇറങ്ങി തിരിച്ച ആളാണ് ഞാൻ. സ്റ്റേജ് സ്റ്റുഡന്റ് ആയിരുന്നു, കൂടുതലും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സ്റ്റേജിലായിരുന്നു ഞാൻ. അപ്പൊ എനിക്ക് പണ്ട് മുതലേ സിനിമ, പക്ഷേ എന്റെ വീട്ടുകാർ ഒരു രീതിയിൽ എനിക്ക് സപ്പോർട്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് സിനിമ എന്ന് പറയുമ്പോഴേ എന്റെ അമ്മാമ്മയൊക്കെ സിനിമ എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ഇല്ല എന്നവർ എഴുത്തള്ളി അങ്ങനെ. അപ്പം എനിക്ക് എടുക്കേണ്ടി വന്നു, മെർച്ചന്റ് നേവിയിൽ ജോയിൻ ചെയ്യേണ്ടി വന്നു. അതേ എൻട്രൻസ് എഴുതി കോളേജിൽ പോയി പഠിച്ച് പാസ്സായി ഇരുന്നപ്പോഴാണ് ഞാൻ ഈവൻ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയൊക്കെ ഞാൻ കൂടുതൽ അറിയുന്നത് പഠിച്ചുകൊണ്ട സമയത്താണ്. മെർച്ചന്റ് നേവി പഠിച്ചോണ്ട്. അപ്പോഴാണ് എന്റെ കയ്യിൽ ആകെയുള്ള ഒരു കീപാഡ് ഫോണാണ്. എനിക്ക് ആൻഡ്രോയിഡ് ഫോൺ പോലും ഇല്ല ആ ടൈമിൽ. അപ്പം അവിടെ പോയി കഫേയിലൊക്കെ, ഈ ഒരു ഇന്റർനെറ്റ് കഫേയിലൊക്കെ ആദ്യമായിട്ട് പോകുന്നത് ഞാൻ കോയമ്പത്തൂരാണ് പഠിച്ചത്. അപ്പോൾ കോയമ്പത്തൂർ മരംകുളമല്ല പഠിച്ചത്. അപ്പോൾ അവിടെ പുറത്ത് പോയി കഫേയിലൊക്കെ പോയിരുന്നപ്പോഴാണ് സിനിമയെപ്പറ്റി തന്നെ നമുക്കൊരു കോഴ്സാക്കി എടുത്ത് പഠിക്കാൻ പറ്റും എന്നുള്ള സാധ്യതകൾ ഞാൻ അവിടെ തിരിച്ചറിയുന്നത്. അപ്പോൾ എനിക്ക് ക്രിക്കറ്റ് അടിച്ച് എന്തിനാണ് ഞാൻ ഈ കോഴ്സ് പഠിച്ചത് അങ്ങനെ ഉണ്ടായി. അപ്പോൾ എന്തായാലും പഠിച്ച കോഴ്സ് ആത്മാർത്ഥമായിട്ട് തന്നെ ഫിനിഷ് ചെയ്തു. നല്ല മാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 78% മാർക്ക് ഉണ്ടായിരുന്നു, പഠിച്ചിറങ്ങി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു നല്ല രീതിക്ക് പ്രഷർ. ഇപ്പോഴും എനിക്ക് വീട്ടിൽ കയറാൻ പേടിയാ. അമ്മച്ചി ചോറ് കൊണ്ടുവച്ച് അടുത്ത ചോദ്യം, നീ പോകുന്നില്ലേ, നീ പഠിച്ചിറങ്ങില്ലേ, ഓ അങ്ങനെ. അച്ഛനും അമ്മയും എൻ്റെ അടുത്ത് ഇപ്പോഴും മുഖത്ത് നോക്കി പറയും, മക്കളെ ഇതിനൊന്നും ഫ്യൂച്ചർ ഇല്ല, നീ പോ എന്ന് പറഞ്ഞിട്ട്. അപ്പം പക്ഷെ എനിക്ക് ചെറുപ്പം മുതലുള്ള ആഗ്രഹം, എൻ്റെ പാഷൻ ആയതുകൊണ്ട് വീട്ടിൽ പ്രാരാബ്ദം ഉണ്ടെങ്കിലും ആ പ്രാരാബ്ദങ്ങളെല്ലാം ഞാൻ മാറ്റി വെച്ചിട്ട് ഇപ്പോഴും പാഷനെ പറയാൻ നടക്കുക. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ.